സംസ്ഥാനത്ത് വയോജന വകുപ്പ് രൂപീകരിക്കാനുള്ള പുതിയ സർക്കാരിന്റെ തീരുമാനത്തെ പ്രതീക്ഷയോടെയാണ് വയോജനങ്ങൾ കാത്തിരിക്കുന്നത്. ജപ്പാൻ മാതൃകയിൽ വയോധികരെ സ്വന്തം വീടുകളിലും പരിചിതമായ സാഹചര്യങ്ങളിലും സംരക്ഷിക്കുന്ന പദ്ധതികൾക്കാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സൂര്യപ്രകാശം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ജപ്പാനിലെ മാതൃക പിന്തുടർന്ന് വയോജനങ്ങൾക്കായി വലിയ പ്രഖ്യാപനങ്ങളാണ് പുതിയ സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നത്. ഈ പ്രഖ്യാപനങ്ങൾ ഈ അമ്മമാർക്ക് എത്രത്തോളം ഉപകാരപ്രദമാകുമെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ. ഇപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് പരിചരണം വരാൻ പോവാണ്, അപ്പൊ അത് ഒന്നും കൂടെ നല്ലതായിരിക്കില്ലേ? പിന്നെ നല്ലതല്ലേ, എനിക്ക് ആരും ഇല്ലെന്നുകൊണ്ട് മോളുടെ വീട്ടിൽ ഞാൻ KSRTC സ്ത്രീകൾക്ക് ഫ്രീ ആയി സഞ്ചരിക്കാനും പിന്നെ ആശാവർക്കന്മാർക്ക് 3000 രൂപ ശമ്പളം കിട്ടി, പിന്നെ വയോജന പെൻഷൻ കിട്ടി. ഇതൊക്കെ നല്ല പുരോഗതിയാണ്. എനിക്ക് വീടില്ല, എൻ്റെ ഭർത്താവ് മരിച്ചു, കുട്ടികളില്ല. വീട് താമസിക്കാൻ കിട്ടിയാൽ നല്ലതായിരുന്നു എന്നുണ്ട്. വീടിന്റെ തൊട്ടടുത്ത് ഹോസ്പിറ്റൽ വരാണെങ്കിലൊക്കെ അതൊക്കെ ഒരു ഉപകാരമാവില്ലേ? ഉപകാരം അത് അങ്ങനത്തെ ഉപകാരം കിട്ടണില്ല. ഇങ്ങനത്തെ കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും വളരെ ഉപകാരമായിരുന്നു. അത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ടും വരാനും പിടിക്കാനും വളരെ നല്ല കാര്യമാണ്. വീടിൻ്റെ അടുത്ത് വരുന്ന ആരോഗ്യ കേന്ദ്രങ്ങൾ നല്ല ഉപകാരമുള്ളത് തന്നെയാണ് വയസ്സായ ആൾക്കാർക്ക്. പിന്നെ പെൻഷൻ, പിന്നെ ബസ്സിൽ KSRTC ബസ്സിൽ ഫ്രീ യാത്ര, അതൊക്കെ നല്ലതല്ലേ. സർക്കാർ നടപ്പിലാക്കിയ 3 കാര്യങ്ങളും അതേപടി ചെയ്യണം. പിന്നെ ആരോഗ്യകാര്യമായിട്ട് ചെയ്യണത് മുഴുവൻ എടുക്കാനുള്ള ഇത് സർക്കാരിന് ഉണ്ടാവണം. ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ സർക്കാർ തന്നെ എടുത്തോളണം. പിന്നെ വയ്യാത്ത ആൾക്കാർക്ക് സ്വന്തം വീട്ടിൽ ജീവിക്കണം എന്നുണ്ടാവും. അതൊരു വീടില്ലാത്തവർക്ക് വീട്. അപ്പം അങ്ങനെയാകുമ്പോൾ എൻ്റെ വീട് പണിയാനുള്ള ഇത് തന്ന സർക്കാർ ഉപകാരമായിരുന്നു. എൻ്റെ പെൻഷൻ എൻ്റെ കയ്യിൽ തന്നെ കിട്ടണം എന്നുള്ള പരിപാടിയാണ് എൻ്റെ മനസ്സിൽ. വേറെ എനിക്ക് ഒരു വരുമാനമല്ല, എനിക്ക് വേറെ ആരുമില്ല. എന്നെ നോക്കാം. ഇപ്പോൾ ഇവർക്ക് കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് പോയിട്ട് ഇതുവരെ അവർ വന്നിട്ടില്ല. അങ്ങനെയുള്ളൊരു സംവിധാനം എനിക്ക് ആക്കി തന്നാൽ വളരെ ഉപകാരം. രാധാരമണ ഹരേ മുരാരേ പൂതരുമോ പൂക്കാര കൈക്കൊമ്പിൽ നിന്നൊരു പൂതരുമോ. പലരും ഇവിടെ വീടുള്ളവരുണ്ട്, മക്കളുള്ളവരുണ്ട്, അന്തേവാസികൾ. അവർക്ക് വീടിൻ്റെ അടുത്ത് തന്നെ ആരോഗ്യ സേവനം കിട്ടുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. കാരണം അവർ കുറേ ദൂരത്തുള്ളവർ, ആലപ്പുഴ തൊട്ട് ഉള്ളവരുണ്ട് ഇവിടെ. അപ്പോൾ അവർക്ക് സന്തോഷമായിരിക്കും. അവർ ആൾക്കാരെ കണ്ടടുത്ത് തന്നെ സൗകര്യം കിട്ടുകയാണെങ്കിൽ, ഇത് നടപ്പിൽ വരികയാണെങ്കിൽ നല്ല കാര്യമാണ്. വയോജനങ്ങൾക്കായി ജപ്പാൻ മാതൃകയിൽ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികൾ കേരളത്തിലും വരുമെന്ന പ്രതീക്ഷയിലാണ് ഈ അമ്മമാരും. ക്യാമറമാൻ സിബി പോട്ടോറിനൊപ്പം സൂര്യപ്രകാശ്, TCV ന്യൂസ്.